നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ്. ഇതിൽ കുറേ ഇമേജസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിന്ന് സ്ക്രീൻ ഷെയർഡ് വീഡിയോ ചെയ്യുന്നത്. ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ഒരു സിമെട്രിക് കീ ബ്ലോക്ക് സൈഫർ ആണ്. ഇത് പബ്ലിഷ് ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നോളജി, ഒരു നാഷണൽ അതോറിറ്റിയാണ്. ഇതിൽ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ ബ്ലോക്കുകളാക്കി, അതായത് 64 ബിറ്റിൻ്റെ ബ്ലോക്കുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ 64 ബിറ്റിൻ്റെ പ്ലെയിൻ ടെക്സ്റ്റിൽ നമ്മൾ 56 ബിറ്റിൻ്റെ കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് സൈഫർ ടെക്സ്റ്റും 64 ബിറ്റ് ആയിരിക്കും. ഈ 56 ബിറ്റിൻ്റെ സൈഫർ കീ തന്നെയാണ് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് നിങ്ങളിപ്പോൾ ഈ ഇമേജിൽ കാണുന്നത്. 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റിന് ഒരു ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ഫോളോഡ് ബൈ 16 റൗണ്ട്സ്, 16 ഫീസ്റ്റൽ റൗണ്ട്സ് ചെയ്യും. അതിനുശേഷം ഒരു ഫൈനൽ പെർമ്യൂട്ടേഷൻ ചെയ്തിട്ടാണ് നമുക്ക് സൈഫർ ടെക്സ്റ്റ് കിട്ടുന്നത്. ഓരോ റൗണ്ടിലും നമ്മൾ ഈ 56 ബിറ്റ് കീയിൽ നിന്ന് റൗണ്ട് കീ ജനറേറ്റർ വഴി ഓരോ റൗണ്ടിനും ഒരു പ്രത്യേക കീ ഉണ്ടാക്കി, K1, K2, K16 അങ്ങനെ അപ് ടു K16 വരെ കീസ് ഉണ്ടാക്കി ഓരോ റൗണ്ടിലും നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യും. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പെർമ്യൂട്ടേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. നമ്മൾ ഇനീഷ്യൽ കൊടുക്കുന്ന 64 ബിറ്റിന് എന്തെങ്കിലും ഒരു പെർമ്യൂട്ടേഷൻ, അതായത് ഓർഡർ അങ്ങടും ഇങ്ങടും മാറ്റി കൊടുത്ത് റാൻഡമൈസ് ചെയ്ത്, അതായത് ഇപ്പോൾ ഈ പടത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഫസ്റ്റ് ബിറ്റ് പോകുന്നത് 40th ബിറ്റിലേക്കാണ്. അങ്ങനെ ഒരു പെർമ്യൂട്ടേഷനിലേക്കാണ് നമ്മൾ പറഞ്ഞു വിടുന്നത് ഫസ്റ്റ് ബിറ്റിനെ. ഇനി ആ റൗണ്ടുകൾക്ക് ശേഷം ഫൈനൽ പെർമ്യൂട്ടേഷനിൽ ഇതിൻ്റെ റിവേഴ്സ്, ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ്റെ റിവേഴ്സാണ് ഫൈനൽ പെർമ്യൂട്ടേഷനിൽ ചെയ്യുന്നത്. അതായത് 40th വരുന്ന ഇൻപുട്ടിനെ നമ്മൾ 1ലേക്കാണ് ഔട്ട്പുട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ പടത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടാവും. ഈ പെർമ്യൂട്ടേഷൻ ഒന്നും കീ ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് അങ്ങടും ഇങ്ങടും ഓർഡർ മാറ്റുന്നു. അതിൻ്റെ തന്നെ റിവേഴ്സ് തന്നെയാണ് ഫൈനൽ പെർമ്യൂട്ടേഷനിൽ ചെയ്യുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പെർമ്യൂട്ടേഷൻസ്, ഡെസിൻ്റെ സ്ട്രക്ചറിലെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പെർമ്യൂട്ടേഷൻ. ഇനി ഈ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പെർമ്യൂട്ടേഷൻ്റെ ഇടയ്ക്ക് 16 റൗണ്ട്സ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഓരോ റൗണ്ടിൻ്റെയും സ്ട്രക്ചറാണ് ഈ പടത്തിൽ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മുടെ 64 ബിറ്റ് സൈഫർ ടെക്സ്റ്റ്, അതായത് ഇനീഷ്യൽ പെർമ്യൂട്ടേഷന് ശേഷം 64 ബിറ്റ് സൈഫർ ടെക്സ്റ്റ് എടുക്കുന്നു, 2 ഹാഫായി ഡിവൈഡ് ചെയ്യുന്നു, ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫും. അതാണ് 32 ബിറ്റ്സ് ലെഫ്റ്റ് ഹാഫും 32 ബിറ്റ്സ് റൈറ്റ് ഹാഫുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഇനി ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാകും റൈറ്റ് ഹാഫിനെ എടുത്തിട്ട് നമ്മൾ കീ, അതായത് 48 ബിറ്റ് 56 ബിറ്റ് കീയിൽ നിന്ന് റൗണ്ട് കീ ജനറേഷൻ വഴി 48 ബിറ്റ് കീ ആക്കി ഓരോ റൗണ്ടിനും ഓരോ കീ എന്നുള്ള രീതി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ 48 ബിറ്റ് കീ വെച്ചിട്ട് ഒരു ഫംഗ്ഷനിൽ, ഒരു ഡെസ് ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന 32 ബിറ്റിൻ്റെ കൂടെ നമ്മൾ മറ്റേ 32 ലെഫ്റ്റ് സൈഡിലെ 32 ബിറ്റും കൂടി മിക്സ് ചെയ്യുന്നു. അതിനുശേഷം ആ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്നത് റൈറ്റ് ഹാഫിലേക്കും, റൈറ്റ് ഹാഫിലത്തെ പ്രീവിയസ് ഔട്ട്പുട്ട് നമ്മൾ ലെഫ്റ്റ് ഹാഫിലേക്കും സ്വാപ്പ് ചെയ്യുന്നു. അതാണ് ഒരു റൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ കടക്കാം. ഈ ഡെസ് ഫങ്ഷൻ എന്താണെന്ന്, അതായത് എഫ് ഓഫ് റൈറ്റ് ഹാഫ് ആൻഡ് ദ കീ, ആ ഫങ്ഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ റൈറ്റ് ഹാഫിലെ 32 ബിറ്റ്സ് എടുക്കുന്നു, ഒരു എക്സ്പാൻഷൻ പി ബോക്സ് എന്ന് പറയുന്ന ബോക്സിലേക്കൂടെ ഈ ഇൻപുട്ടിനെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ 32 ബിറ്റ് വിൽ ഗെറ്റ് എക്സ്പാൻഡഡ് ടു 48 ബിറ്റ്സ്. അത് ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എവിടേക്കൊക്കെ പോകണം എന്നുള്ള ഒരു പെർമ്യൂട്ടേഷനും പിന്നെ ഒരു എക്സ്പാൻഷനും അതിനകത്തുണ്ടാവും. അപ്പോൾ 48 ബിറ്റേക്ക് അത് എക്സ്പാൻഡ് ചെയ്യുന്നു. അതും കീ കറസ്പോണ്ടിങ് കീ ആ റൗണ്ടിലത്തെ കീയുമായിട്ട് എക്സോർ ചെയ്യുന്നു, എസ് ബോക്സിൽ കൂടെ പാസ് ചെയ്യുന്നു. പാസ് ചെയ്യുമ്പോൾ നമുക്ക് 32 ബിറ്റ് ആയിട്ടാണ് കിട്ടുക. അതിന് നമ്മളൊരു സ്ട്രെയിറ്റ് പി ബോക്സിൽ കൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട്, ആ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടും 32 ബിറ്റ്സ് ആയിട്ട് മാറും. ഇതാണ് നമ്മൾ പിന്നെ ആ ഫംഗ്ഷന് ശേഷം
എക്സോർ ചെയ്യാൻ, ലെഫ്റ്റ് ഹാഫായിട്ട് എക്സോർ ചെയ്യാൻ കൊടുക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ സ്വാപ്പിംഗ് ഒക്കെ നടക്കുന്നത് ഓരോ റൗണ്ടിൻ്റെ ഉള്ളിലും. ഇത് റൗണ്ടിൻ്റെ ഉള്ളിലത്തെ ഡെസ് ഫംഗ്ഷൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇതാണ് ഈ എക്സ്പാൻഷൻ പി ബോക്സ്. ഡെസ് റൗണ്ടിൻ്റെ ഉള്ളിലെ ഡെസ് ഫംഗ്ഷൻ്റെ ഉള്ളിലെ എക്സ്പാൻഷൻ പി ബോക്സിൻ്റെ ഫിഗർ. അതായത് നമ്മൾ കൊടുക്കുന്ന 32 ബിറ്റ് റൈറ്റ് ഹാഫിനെ എങ്ങനെയാണ് അത് 48 ബിറ്റ് ഔട്ട്പുട്ടാക്കി എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ ഈ പടത്തിൽ നിന്ന് അത് മനസ്സിലാകുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം കീയുമായിട്ട് എക്സോർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ ശരിക്കും കീ, ആ റൗണ്ട് കീ ഉപയോഗിക്കുന്നത്, ആ റൗണ്ടിലെ കീ ഉപയോഗിക്കുന്നത്. അതിന് ശേഷം എസ് ബോക്സിലേക്കാണ് വിടുന്നത്. എസ് ബോക്സിൽ ഈ 48 ബിറ്റ് ഇൻപുട്ടിനെ നമ്മൾ 32 ബിറ്റ് ഔട്ട്പുട്ട് ആക്കുന്നത് ഇങ്ങനെയാണ്. ഓരോ എസ് ബോക്സിനും 6 ഇൻപുട്ട്സും 4 ഔട്ട്പുട്ട്സും ഉണ്ടാവും. അതിലേക്കൂടെ പാസ് ചെയ്തിട്ട് ഒരു കൺഫ്യൂഷൻ അതല്ലെങ്കിൽ ഒരു മിക്സിങ് ചെയ്യുന്നത് അവിടെയാണ്. ഓരോ എസ് ബോക്സിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു മാപ്പിംഗ് ടേബിൾ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഇൻപുട്ടിനെ ഔട്ട്പുട്ടായിട്ട് മാപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു പി ബോക്സിൽ കൂടെ, സ്ട്രെയിറ്റ് പെർമ്യൂട്ടേഷനിൽ കൂടെ വീണ്ടും ഒരു പെർമ്യൂട്ടേഷൻ ചെയ്തിട്ട് 38 ബിറ്റ് ഇൻപുട്ടിനെ 38 ബിറ്റ് ഔട്ട്പുട്ടൊക്കെ തന്നെയായിട്ട് പെർമ്യൂട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വിടും. ഇതാണ് ഡെസ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണുന്നുണ്ടാവും എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഫസ്റ്റ് കോളത്തിൽ, ഫസ്റ്റ് പടത്തിൽ 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റിന് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ, പിന്നെ 16 റൗണ്ടിൻ്റെ എൻക്രിപ്ഷൻ, അതിനുശേഷം ഫൈനൽ പെർമ്യൂട്ടേഷൻ നമുക്ക് സൈഫർ ടെക്സ്റ്റ് കിട്ടുന്നു. ഈ സൈഫർ ടെക്സ്റ്റ് ഓരോ റൗണ്ടിൽ ഉപയോഗിക്കുന്നത് ഓരോ റൗണ്ട് കീസാണ്. ഇനി ഈ സൈഫർ ടെക്സ്റ്റ് നമ്മൾ താഴെ നിന്നാണ് കൊടുക്കുന്നത്. ഡീക്രിപ്ഷൻ സൈഡ് റൈറ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. സൈഫർ ടെക്സ്റ്റിനെ കൊടുക്കുന്നു, ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ 16 റൗണ്ടിൻ്റെയും റിവേഴ്സ് ചെയ്യുന്നു. അതിന് ശേഷം ഫൈനൽ പെർമ്യൂട്ടേഷൻ ചെയ്തിട്ട് നമുക്ക് 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് റിട്രീവ് ചെയ്യുന്നു. ഇതാണ് സൈഫറും അതിൻ്റെ റിവേഴ്സ് സൈഫറും. ഇനി കീ ജനറേഷൻ, അതായത് ഓരോ റൗണ്ടിലേക്കും വേണ്ട കീ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്. കീ ജനറേഷനിൽ നമുക്ക് ആദ്യം ഇനീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന 64 ബിറ്റ് കീ ഉണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് കുറച്ച് പാരിറ്റി ഡ്രോപ്പ് ചെയ്തിട്ട് അതിലത്തെ ഒരു 8 ബിറ്റ് കളഞ്ഞിട്ടാണ് നമുക്ക് 56 ബിറ്റ് സൈഫർ കീ എടുക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ 56 ബിറ്റ് സൈഫർ കീ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണുന്നത്. 2 ഹാഫായി ഡിവൈഡ് ചെയ്യുന്നു. 28 ബിറ്റ്സ് ഒക്കെ 2 ഹാഫായി ഡിവൈഡ് ചെയ്യുന്നു. 2 ഹാഫിനെയും ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഒരു കംപ്രഷൻ പി ബോക്സിലേക്ക് ഇടുന്നു. ആ കംപ്രഷൻ പി ബോക്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 48 ബിറ്റ്സ് ആയിരിക്കും. അതായത് 56 ബിറ്റിൻ്റെ സാധനം നമ്മൾ കംപ്രഷൻ പി ബോക്സ്, അതായത് കംപ്രസ് ചെയ്യുമ്പോൾ 48 ബിറ്റ് ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരാം. അതാണ് ആദ്യത്തെ റൗണ്ട് കീ. അതിനുശേഷം വീണ്ടും ഈ ഷിഫ്റ്റ് ചെയ്ത ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കൗണ്ടർ പാർട്സിനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും കംപ്രഷൻ പി ബോക്സിലേക്ക് കൊടുക്കും. അപ്പം നമുക്ക് വീണ്ടും കംപ്രസ് ചെയ്ത അടുത്ത റൗണ്ടിലേക്കുള്ള കീ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ കീ ജനറേറ്റ് ചെയ്യുന്നത് ഓരോ റൗണ്ടിനും വേണ്ടിയിട്ട്. സർക്കുലാർ ഷിഫ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡിൻ്റെ സ്ട്രക്ചറും അതിൽ ഓരോ റൗണ്ടിൻ്റെയും ഡിസ്ക്രിപ്ഷൻ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.